വചനവയൽ എക്സ്ക്ലൂസീവിലേക്ക് സ്വാഗതം. വലിയ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വചനവയൽ വലിയ നോമ്പിനെ എങ്ങനെ സഹായിക്കും എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്നാമതായി, വചനവയൽ ആപ്പ് വചന പഠന കളരി ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ഭാഗങ്ങൾ തുടർച്ചയായി വചനം വായിച്ചു പഠിക്കുവാൻ സഹായിക്കുന്ന ഒരു വേദിയാണ്. ഓരോ അധ്യായത്തിലും 5 ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്തി വചനം വായിക്കുമ്പോൾ ആഴമായ വചന വായനയ്ക്കും പഠനത്തിനും സഹായിക്കുന്നു. അതിൽ ലഭിക്കുന്ന മാർക്ക് ഒരുവനെ തുടർച്ചയായി വായിക്കുവാൻ പ്രേരിപ്പിക്കുന്നു. മാർക്ക് കൂടി വരുന്നത് കാണുമ്പോൾ വായന നിർത്താതെ മുൻപോട്ട് പോകാൻ സാധിക്കുന്ന ഒത്തിരി മാതൃകകൾ നമ്മുടെ മുൻപിലുണ്ട്. ഈ രീതിയിൽ ഇത് ഏറെ അനുകരണീയമായ ഒരു വഴിയാണ്. കുടുംബ കൂട്ടായ്മകൾക്കും ഇടവകകൾക്കും ഈ കുടുംബങ്ങൾക്കും ഈ വഴി ഉപയോഗിച്ച് തുടർ വായനയ്ക്ക് വചന പഠനത്തിന് പ്രത്യേകിച്ച് നോമ്പുകാലത്ത് ഒരു നല്ല വഴിയാക്കി മാറ്റുവാൻ സാധിക്കുന്നത്. രണ്ടാമതായിട്ട്, ലോഗോസ് പഠന സഹായം. ലോഗോസ് ക്വിസ് ആഗതമാവുകയാണ്. കുടുംബമായിട്ട് ലോഗോസിലേക്ക് പങ്കുചേരാൻ സഹായിക്കുന്ന ഒരു വഴി കൂടിയാണ്. ഒന്ന് ചേർന്ന് ചോദ്യോത്തരങ്ങൾ കേട്ട് പുസ്തകം വായിച്ച് ഉത്തരങ്ങൾ കണ്ടെത്തി ലോഗോസിനായിട്ട് കുടുംബസമേതം ഒരുങ്ങുവാനായിട്ട് സഹായിക്കുന്നു. ഇത് വ്യക്തിഗതമായ ഒരുക്കത്തിലേക്കും വഴിതെളിക്കുന്നതാണ്. മൂന്നാമതായി, വചനവയൽ യൂട്യൂബ് ചാനൽ. അതിലെ വൈവിധ്യങ്ങൾ നിറഞ്ഞ പങ്ക്തികൾ പലതരത്തിലുള്ള ആത്മീയ ഉത്കർഷത്തിന് വളർച്ചയ്ക്ക് സഹായകരമായ വഴികളുണ്ട്. നോമ്പുകാല ചിന്തകൾ ആഗതമാകുന്നുണ്ട്. അനുദിന ധ്യാന ചിന്തകൾ ലഭിക്കുന്നുണ്ട്. അനുദിന വായനകൾ ലഭിക്കുന്നുണ്ട്. വ്യത്യസ്ത റീത്തുകളിലെ വായനകൾ ലഭിക്കുന്നുണ്ട്. വചന പഠനത്തിനുള്ള വേദികൾ തുറക്കുന്നുണ്ട്. ക്വിസ് വേൾഡിൻ്റെ വിവിധങ്ങളായ രീതികൾ അവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. ഒപ്പം ചാവറുകളുടെ പഠന വേദികൾ കാണാൻ സാധിക്കുന്നു. ഇങ്ങനെ കുടുംബ ജീവിതത്തിലെ നോമ്പുകാല ചൈതന്യം മനസ്സിൽ കോറിയിടുവാൻ സഹായകരമായ നൂതനങ്ങളായ നിരവധി വഴികൾ ഇതുവഴി തുറന്നു വച്ചിട്ടുണ്ട്. നോമ്പുകാലത്തെ നമ്മുടെ ജീവിതത്തെ ഒരുക്കുവാനായിട്ട് ഇത് ഏറെ സഹായിക്കുന്നതാണ്. നാലാമതായിട്ട്, വചനവയൽ നമുക്കായി ഒരുക്കുന്ന മത്സരങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്നാമത്തെ മത്സരം വചന പാരായണം തന്നെയാണ്. അത് വചന പാരായണ മത്സരം അത് തുടങ്ങിയിട്ട് ഏറെ കാലങ്ങളായിരിക്കുന്നു. ഈ ഏപ്രിൽ മാസം കൊണ്ട് ഒരു റൗണ്ട് 1000കണക്കിന് ആളുകൾ വായിച്ചു കഴിയുന്നതാണ്. അതിൽ ഇപ്പോൾ നമുക്ക് കയറുവാൻ സാധിക്കില്ല. അത് വ്യക്തിഗതമായ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത്, അല്ലെങ്കിൽ ഇടവക തലത്തിൽ നോമ്പുകാലത്ത് ഇനിഷ്യേറ്റീവ് എടുത്ത് വചനപാരായണ മത്സരങ്ങൾ സംഘടിപ്പിക്കുവാനായിട്ട് ഈ പങ്ക്തി ഉപയോഗിക്കുവാൻ സാധിക്കുന്നു. രണ്ടാമതായിട്ട്, ക്വിസ് വേൾഡിന്റെ ആഭിമുഖ്യത്തിൽ 2 തരം മത്സരങ്ങളാണ് വചനവയൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഓരോ ആഴ്ചയിലും മാസങ്ങളിലുള്ള മത്സരവും ഉണ്ടാകുന്നതാണ്. ആഴ്ച മത്സരമാണ് വചനവും അന്നവും. വചനവയൽ ക്വിസ് വേൾഡിൻ്റെ ഓരോ എപ്പിസോഡിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന മത്സരമാണിത്. ഇത് എല്ലാ വെള്ളിയാഴ്ചയും പുതിയ എപ്പിസോഡ് നൽകുന്നു. ശനി, ഞായർ, തിങ്കൾ 4 ദിവസങ്ങൾ കൊണ്ട് ഉത്തരങ്ങൾ കണ്ടെത്തി തിങ്കളാഴ്ചയ്ക്ക് മുമ്പായിട്ട് ഉത്തരങ്ങൾ വചനവയലിൻ്റെ നമ്പറിലേക്ക് അയച്ചു നൽകുമ്പോൾ അത് 5 കുടുംബങ്ങൾക്ക് അന്നത്തിനുള്ള വഴിയും 3 കുടുംബങ്ങൾക്ക് വചനം ഗ്രന്ഥം സ്വന്തമാക്കാനുള്ള വഴിയും 3 വ്യക്തികൾക്ക് വാർഷികത്തിൽ ക്യാഷ് അവാർഡ് നേടുവാനുള്ള വഴിയായിട്ട് മാറുന്നതാണ്. അന്നവും വചനവും നമുക്ക് ഏറെ സഹായകരമായ ഒരു പങ്ക്തിയാണ്.
മാസത്തിലൊരിക്കൽ ബൈബിൾ ക്വിസ് വേൾഡിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പ്രോഗ്രാമാണ് വചന പഠന മത്സരം. എല്ലാ 20-ാം തീയതിയും വചന പഠന മത്സരത്തിൻ്റെ ചോദ്യങ്ങൾ നമുക്ക് യൂട്യൂബ് ചാനലിൽ ലഭിക്കുന്നതാണ്. അവയുടെ അടിസ്ഥാനത്തിൽ 10 ദിവസങ്ങൾ കൊണ്ട് ബൈബിൾ ക്വിസ് വേൾഡിൽ 5 എപ്പിസോഡുകളിലെ ഉത്തരങ്ങൾ എഴുതി അയച്ച് തരുക. ഓരോ മാസവും 10 കുടുംബങ്ങൾക്ക് ഓരോ ബൈബിൾ നൽകുന്ന സമ്മാന രീതിയാണ് ഇതിലുള്ളത്. ആയതിലേക്കും ഇവരെ സ്വാഗതം ചെയ്യുന്നു. 12 മാസവും തുടർച്ചയായിട്ട് ഇതിൽ കണ്ണിച്ചേരുന്നവർക്ക്, അവരിൽ നിന്നും എല്ലാവരും ശരി ഉത്തരം നൽകുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സമ്മാന ക്യാഷ് അവാർഡ് ഉണ്ടാകുന്നതാണ്. മൂന്നാമതായിട്ട് ബൈബിൾ ക്വിസ് പരമ്പര, വചനവയൽ ഒരുക്കുന്ന ബൈബിൾ ക്വിസ് പരമ്പര. ലോഗോസിന് ഒരുക്കമായി നടത്തുന്ന പരമ്പരയാണിത്. ഇപ്പോൾ ഒരു മത്സരം സമാപിച്ചു, 2ാമത്തെ മത്സരം കഴിഞ്ഞ ആഴ്ച ആരംഭിച്ചു. ഈ മത്സരത്തിൽ നമുക്ക് പങ്കുചേരാം. ഞായറാഴ്ചകളിലാണ് ഈ മത്സരം നടക്കുന്നത്. ഞായറാഴ്ചകളിൽ നടക്കുന്ന ഈ മത്സരം ഈസ്റ്ററോടുകൂടി സമാപിക്കുന്നതാണ്. പുതിയ ഞായറാഴ്ച മുതൽ 3ാമത്തെ മത്സരം ആരംഭിക്കുന്നതാണ്, സെപ്റ്റംബറിലെ ലോഗോസ് മത്സരം വരെയുള്ള സമയത്ത്. ഈ മത്സരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഞായറാഴ്ച 24 മണിക്കൂർ സമയം, ഈ 24 മണിക്കൂർ സമയത്ത് എപ്പോഴെങ്കിലും നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി. വചനവയൽ ആപ്പിലെ ലോഗോസ് പഠന സഹായി ഉപയോഗിച്ചാണ് ഉത്തരങ്ങൾ എഴുതുന്നത്. അതിൽ 100 കണക്കിന് ചോദ്യങ്ങളുടെ സെറ്റ് കിടപ്പുണ്ട്. ഓരോ സെറ്റ് ബാക്കിയടിക്കുമ്പോഴത്തേക്കും പുതിയ സെറ്റ് ചോദ്യമാണ് ലഭിക്കുന്നത്. നമുക്ക് ചെയ്യേണ്ട ഇഷ്ടമുള്ള സെറ്റ് എടുത്ത് ഉത്തരം എഴുതാം. പക്ഷേ 100 ഉത്തരങ്ങളും അറ്റൻഡ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ മാർക്ക് കമ്പ്യൂട്ടർ സേവ് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് 100 ഉത്തരവും നിങ്ങൾ ആദ്യം അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം തുടർച്ചയായിട്ട് നിങ്ങൾ അധ്വാനിച്ച് ഈ ഉത്തരങ്ങൾ എഴുതി, ഉത്തരങ്ങൾ കണ്ടെത്തി 100 പൂർത്തീകരിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ സമയത്ത് ഏറ്റവും കൂടുതൽ മാർക്ക് നേടുന്ന സെറ്റ് മാത്രമായിരിക്കും ആ ഒരു ദിവസം കമ്പ്യൂട്ടർ നിങ്ങൾക്കായി സേവ് ചെയ്യുന്നത്. അതുകൊണ്ട് മടി കൂടാതെ അധ്വാനിക്കാൻ ഇത് സഹായിക്കുന്നു. അധ്വാനത്തിന് ഒരു ധന്യത ലഭിക്കുന്ന ഒരു രീതിയാണ്. ടെൻഷൻ ഫ്രീ ആയിട്ട് അത്യധ്വാനം ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു വഴിയാണ്. ഇവ ഉപയോഗിച്ച് നമുക്ക് വചനവയലിൻ്റെ ക്വിസ് സീരിയലിലെ 2ഉം 3ലും സജീവമായി പങ്കുചേരാൻ സാധിക്കട്ടെ. ഓരോ മത്സരവും ഇൻഡിപെൻഡൻ്റ് മത്സരങ്ങളുമാണ്. എന്നാൽ അതിൻ്റെ അവസാനത്തിൽ ബമ്പർ മത്സരവും ഉണ്ടാകുന്നതാണ്. ഇതിലെ സമ്മാന രീതി എന്ന് പറയുന്നത്, ഓരോ ആഴ്ചയിലും ഏറ്റവും കുറഞ്ഞ സമയത്ത് ഏറ്റവും കൂടുതൽ മാർക്ക് നേടുന്ന ഒരു വ്യക്തിക്ക് ഒരു ബൈബിൾ നൽകും. ആ ഒരു രീതിയിൽ മത്സരം മുൻപോട്ട് പോയി 9 ആഴ്ചകളാണുള്ളത്. അതിൽ 7 ആഴ്ചകളിൽ ടോപ്പിൽ വരുന്നവരിൽ നിന്നും നറുക്കിട്ടാണ് ബമ്പർ വിജയിയെ കണ്ടെത്തുന്നത്. അതുകൊണ്ട് ഒരാഴ്ച കടന്നുപോയതിൽ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. തുടർന്നിടുന്ന ആഴ്ചകളിൽ പങ്കുചേർന്നുകൊണ്ട് ഈ മത്സരത്തിൽ പങ്കുചേർന്ന് നമുക്ക് വിജയിയായി തീരുവാനായിട്ട് സാധിക്കുന്നതാണ്. വചനവയൽ ക്വിസ് സീരിയൽ 1ൻ്റെ 1 മുതൽ 13 വരെയുള്ള ആഴ്ചകളിൽ നടത്തിയ മത്സരങ്ങളിൽ ആകെ 1300 മാർക്ക് നേടേണ്ടിയിരുന്നതിൽ 1000 മാർക്ക് മുതൽ മുകളിലേക്ക് 1300 മാർക്ക് വരെ നേടിയവരുടെ പേരു വിവരങ്ങളാണ് സ്ക്രീനിൽ നാം ഇപ്പോൾ കാണുന്നത്. 20 ആഴ്ചകളിലായി നിജപ്പെടുത്തിയിരുന്ന മത്സരം പുതിയ അസസ്മെൻറ്റ് സിസ്റ്റം വന്നതിനാൽ 13ആയി ലഘൂകരിക്കുകയും തുടർന്നു വരുന്ന ആഴ്ചകളെ ക്വിസ് സീരിയൽ 2ആയി പുതിയ പങ്ക്തിയായി നടത്തുകയും ചെയ്യുന്നു. ആയതിനാൽ ആദ്യ 13 ആഴ്ചകളിലെ വിജയികൾക്ക് ഏറ്റവും ടോപ്പ് മാർക്ക് നേടിയ 7 പേർക്ക് പ്രോത്സാഹന സമ്മാനമായി 500 രൂപ വീതം നൽകുന്നതാണ്.
ക്വിസ് സീരിയൽ 2 ഓരോ ആഴ്ചയിലും ഏറ്റവും കൂടുതൽ മാർക്ക് നേടി ഏറ്റവും കുറഞ്ഞ സമയത്ത് ഏറ്റവും കൂടുതൽ മാർക്ക് നേടുന്ന ഓരോരുത്തർക്കും സമ്പൂർണ്ണ ബൈബിൾ സമ്മാനമായി എല്ലാ ആഴ്ചയും ലഭിക്കുന്നതാണ്. പുതിയ സംവിധാനത്തിൽ സ്ക്രീൻഷോട്ടുകൾ അയക്കേണ്ടതില്ല. നിങ്ങൾ 100 ചോദ്യവും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മാർക്ക് കമ്പ്യൂട്ടർ സേവ് ചെയ്യുന്നതാണ്. പല ആവർത്തി ഉത്തരം ചെയ്ത് സമയം ലഘൂകരിച്ച് മാർക്ക് ടോപ്പാക്കി ഓരോ ആഴ്ചത്തെയും സമ്മാനം നേടുവാൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. 1002 മുതൽ 1300 വരെ മാർക്ക് നേടിയവരുടെ പേര് വിവരങ്ങളാണ് നാം ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഏറ്റവും അവസാനമായി 1300 മാർക്ക് 1300 മാർക്കും നേടിയ 7 പേരുടെ ലിസ്റ്റ് പ്രത്യേകം മഞ്ഞ കളറിൽ ഇട്ടിട്ടുണ്ട്. അവർക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ നേരുന്നു. മത്സരങ്ങളിൽ ആദ്യം പങ്കുചേർന്ന എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. നന്നായി പഠിക്കുവാനായിട്ട് ക്വിസ് സീരിയൽ 1 നമുക്കൊരു വഴികാട്ടിയായി തീർന്നിട്ടുണ്ട്. തുടർന്ന് വരുന്ന 2 പരമ്പരകളിൽ സജീവമായി പങ്കുചേർന്ന് മുൻകാല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ വരും മത്സരങ്ങൾ സജീവമാക്കുവാൻ നമുക്കോരോരുത്തർക്കും പരിശ്രമിക്കാം. വിജയികളായ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുന്നു. വിജയികൾ അവരുടെ അക്കൗണ്ട് നമ്പർ അയച്ചു തരിക. അവരുടെ അക്കൗണ്ടിലേക്ക് 500 രൂപ വീതം അയച്ചു തരുന്നതാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്ത 2 എപ്പിസോഡുകൾ ക്വിസ് സീരിയൽ 2ഉം 3ഉം സവിശേഷമാർന്ന മത്സര വേദിയാക്കി മാറ്റട്ടെ എന്നാശംസിക്കുന്നു. സഹകരിച്ച എല്ലാവർക്കും നന്ദി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ക്വിസ് സീരിയൽ 2 പുതിയ സംവിധാനത്തിൽ അനേകർ ക്വിസിൽ വളരെ സജീവമായി പങ്കുചേർന്നു. 75 മാർക്കിൽ കൂടുതൽ നേടിയവരുടെ പേര് വിവരങ്ങളാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ചിലർ ഇപ്പോഴും സ്ക്രീൻഷോട്ട് അയച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. ചിലരുടെ ആപ്പിൻ്റെ രജിസ്ട്രേഷൻ പൂർണ്ണമായും പ്രോപ്പറായി നടക്കാത്തവരുണ്ട്. അവർ തുടർന്നുള്ള ആഴ്ചകളിൽ അതിൽ സജീവമായി പങ്കുചേരാൻ ശ്രദ്ധിക്കുക. 2ാമത്തെ ക്വിസ് സീരിയലിൽ 9 ആഴ്ചകളാണ് ഉള്ളത്. ഇതിൽ 7 ആഴ്ചകളിൽ പൂർണ്ണ മാർക്ക് നേടുന്നവരിൽ നിന്നും നറുക്കിട്ടാണ് ഫൈനൽ വിജയിയെ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് ഒരാഴ്ച നഷ്ടമായതൊരു നഷ്ടമല്ല. അടുത്ത 8 ആഴ്ചകൾക്കുള്ളിൽ 7 ആഴ്ച പൂർണ്ണ മാർക്ക് നേടിയാൽ, ഉന്നത വിജയം നേടിയാൽ ബമ്പറിൽ അവർക്ക് പങ്കുചേരാൻ സാധിക്കുന്നതാണ്. ഇന്നത്തെ ഈ മത്സരത്തിൻ്റെ റിസൾട്ടിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ വ്യത്യസ്ത തുറകളിലുള്ളവരുടെ പെർഫോമൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ഇതിന് താഴെ 75 എത്താത്തവർ 75 മുകളിലേക്ക് അടുത്ത ആഴ്ച എത്തുവാൻ പരിശ്രമിക്കുക. 75 മുകളിൽ ഉള്ളവർ 100ലേക്ക് എത്തുവാൻ വേണ്ടി അത്യധ്വാനം ചെയ്യുക. 100-ലെത്തിയവർ തങ്ങളുടെ സമയം ഇനിയും കുറച്ച് കൊണ്ടുവരുവാൻ വേണ്ടി പ്രയത്നിക്കുക. ഇതിൻ്റെ ഒരു സവിശേഷത, നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാവുന്നതാണ്. 100 ഉത്തരങ്ങളും എഴുതുന്ന ഓരോ സെറ്റിൻ്റെയും ഏറ്റവും ഉയർന്ന മാർക്കും കുറഞ്ഞ സമയവും വരുന്നത് മാത്രമായിരിക്കും കമ്പ്യൂട്ടർ നിങ്ങൾക്ക് വേണ്ടി സേവ് ചെയ്യുന്നത്. ആയതിനാൽ
നാളത്തെ വിജയി നിങ്ങളായി തീരുവാൻ നിങ്ങൾക്ക് അത്യധ്വാനം ചെയ്യാം. അധ്വാനത്തിൻ്റെ ഫലം നിങ്ങൾക്ക് നേരിട്ട് കണ്ടുമുട്ടുവാൻ സാധിക്കുന്നതാണ്. ആരും ഒരു സുപ്രഭാതത്തിൽ കുറഞ്ഞ സമയത്തിൻ്റെ ഉടമയായി തീരുന്നില്ല. പല ആവർത്തി ചെയ്താണ് തങ്ങളുടെ സമയം കുറച്ചു കൊണ്ടുവരുന്നത്. 100 മാർക്ക് നിലനിർത്തി സമയം കുറച്ച് ഉന്നത വിജയം കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത ഞായറാഴ്ചത്തെ വിജയി നിങ്ങളാകട്ടെ. അതിനുവേണ്ടി അധ്വാനിക്കുക, വചനം വായിക്കുക, ദിവസങ്ങളിൽ കൂടുതൽ പ്രാവശ്യം ഹാർഡ് വർക്ക് ചെയ്ത് ഹോംവർക്ക് ചെയ്ത് ഒരുങ്ങുക. നമുക്കും സാധിക്കും. അവനും അവൾക്കും സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് സാധിച്ചുകൂടാ? ഈ ആഴ്ചത്തെ വിജയിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ഭാവുകങ്ങളും നേരുന്നു. നന്ദി. ക്വിസ് സീരിയൽ 2ൻ്റെ 1-ാം ദിനത്തെ സമ്മാനം തൃശ്ശൂർ അതിരൂപതയിലെ കലൂർ ഇടവക അംഗമായ ലിഷ ഷൈജു സ്വന്തമാക്കിയിരിക്കുന്നു. സെയിൻറ്റ് റാഫേൽ ഇടവക അംഗമായ ഈ വ്യക്തി 3 മിനിറ്റ് 31 സെക്കൻഡ് കൊണ്ട് 100 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയും 100 മാർക്ക് സ്വന്തമാക്കുകയും ചെയ്തിരിക്കുന്നു. വചനവയലിൻ്റെ പേരിലുള്ള പ്രത്യേകം അഭിനന്ദനങ്ങൾ നേരുന്നു. എല്ലാവർക്കും ഈ വ്യക്തിയുടെ പെർഫോമൻസ് ഒരു മാതൃകയായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. അധ്വാനത്തിലൂടെ നമുക്ക് അസാധ്യമായി യാതൊന്നുമില്ല എന്ന് ഇത് തെളിയിച്ചിരിക്കുന്നു. അന്നവും വചനവും എന്ന പംക്തിയിലെ ആദ്യ മത്സരത്തിലെ വിജയികളുടെ ലിസ്റ്റാണ് സ്ക്രീനിൽ തെളിഞ്ഞു കാണുന്നത്. എല്ലാം ഉത്തരവും ശരിയാക്കിയവരിൽ നിന്ന് 5 പേരെ നറുക്കുട്ട് നിശ്ചയിക്കുന്നതാണ് ഈ ആഴ്ചത്തെ അന്നവിഹിതം നൽകുവാനായിട്ട്. എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. ഉടൻ നറുക്കെടുപ്പ് നടക്കുന്നതാണ്. 29ഓളം വ്യക്തികൾ അർഹത നേടിയിട്ടുണ്ട്. പൂർണ്ണമായ ഉത്തരം ശരിയാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ നേരുന്നു. നറുക്കെടുപ്പിലൂടെ ആദ്യം ലഭിച്ചിരിക്കുന്നത് സീരിയൽ നമ്പർ 8. മേരി ജോസഫ്, അക്കരക്കുഴിയിൽ. അഭിനന്ദനങ്ങൾ നേരുന്നു. രണ്ടാമത്തെ വ്യക്തി റോൾ നമ്പർ 18 നിധി റാഫേൽ വർഗീസ്. അഭിനന്ദനങ്ങൾ നേരുന്നു. മൂന്നാമത്തെ വ്യക്തി നമ്പർ 3 സിസ്റ്റർ റോസ് FCC. അഭിനന്ദനങ്ങൾ നേരുന്നു. നാലാമത്തെ വ്യക്തി റോൾ നമ്പർ
25. ജെറിൻ ജോസഫ് അഭിനന്ദനങ്ങൾ നേരുന്നു. അവസാനത്തെ വ്യക്തി ആരെന്ന് നമുക്ക് കാണാം. നമ്പർ 5. മേരി ഡേവിഡ്. എല്ലാവർക്കും വചനവയലിൻ്റെ പേരിലുള്ള അഭിനന്ദനങ്ങൾ നേരുന്നു. വചനവയലിൻ്റെ നിയമാവലിക്കനുസൃതമായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അഭിനന്ദനങ്ങൾ. ഓരോ മത്സരത്തിനും നൽകിയിരിക്കുന്ന ഫോൺ നമ്പറിൽ മാത്രം അതതിൻ്റെ ഉത്തരങ്ങൾ അയക്കുവാൻ ശ്രദ്ധിക്കുക. എല്ലാ നമ്പറിലേക്കും അയക്കാതിരിക്കുക. അന്നവും വചനവും എന്ന പരമ്പരയിലെ രണ്ടാമത്തെ എപ്പിസോഡിൻ്റെ ചോദ്യം ബൈബിൾ ക്വിസ് വേൾഡിലെ ബൈബിളിലെ സ്ത്രീകൾ എന്ന പരമ്പരയിൽ ഒന്നാമത്തെ എപ്പിസോഡ്. ഉത്തരങ്ങൾ അടുത്ത തിങ്കളാഴ്ചയ്ക്കകം 9539701122 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ജനുവരി മാസത്തെ വചന പഠന മത്സരത്തിൽ അനേകർ പങ്കുചേർന്നു. വിജയികളും ഒപ്പം ഉണ്ട്. എന്നാൽ മുഴുവനും മാർക്കും നേടിയവർ 12 പേർ മാത്രമാണ്. ചിലരുടെ പങ്ക്തികൾ മാറിപ്പോയി, ചിലരുടെ ഉത്തരങ്ങൾ തെറ്റിയിട്ടുണ്ട്. അങ്ങനെ മുഖ്യധാരയിലേക്ക് കടന്നു വന്ന 12 പേരിൽ 10 പേർക്ക് ബൈബിൾ ഓരോന്ന് ലഭിക്കുന്നതാണ്. അവരുടെ നമ്പറുകൾ, സീരിയൽ നമ്പറുകൾ ഇവിടെ കാണാം. നമ്പർ 10, നമ്പർ 9, നമ്പർ 7, നമ്പർ 1, നമ്പർ 11, നമ്പർ 2, നമ്പർ 8, നമ്പർ 12, number 6, number 4. അവശേഷിക്കുന്നു 2 പേർക്ക്. അടുത്ത മാസം സമ്മാനത്തിന് അവർ ഒരുപക്ഷെ അർഹരാകുമായിരിക്കാം. എല്ലാ വിജയികൾക്കും അഭിനന്ദനങ്ങൾ നേരുന്നു. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഇപ്രകാരം അനവധി കർമ്മ പദ്ധതികളിലൂടെ
ജനഹൃദയങ്ങളിലേക്ക് കടന്നു നിൽക്കുന്ന ഒരു ചാനലാണ് വചനവയം. ഈ ചാനലിനെ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ഈ ചാനലിനെ നമുക്ക് അനേകരിലേക്ക് പങ്കുവയ്ക്കാം. ഈ ചാനലിലൂടെ അനേകർ ദൈവവചനം ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും വചനത്തിൻ്റെ ഉൾക്കാമ്പ് തിരിച്ചറിയുവാനും വചനത്തോടുള്ള സ്നേഹം വളർത്തുവാനും ഒരു വഴിയാക്കി മാറ്റാൻ നമുക്ക് ഇതിൻ്റെ പ്രചുര പ്രചാരകരായി തീരാൻ പരിശ്രമിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.